ഹലോ, എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇതിക്ക് മുൻപ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ പാതിയാണ് കേട്ടോ ഈ എപ്പിസോഡ്. നയന ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത അനന്തപുരി മുഴുവനായിട്ട് നിറയുകയാണ്. എങ്കിൽ നയനയ്ക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, ആദർശിനും അറിയില്ല. അപ്പോൾ എന്തായാലും ടെസ്റ്റ് റിസൾട്ടിൽ നയന ഗർഭിണിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ അനന്തപുരിയിൽ എല്ലാവരും വന്നിട്ട് നയനയും ആദർശിനെയൊക്കെ പ്രശംസിക്കുകയാണ്. എല്ലാവരും കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മുഖത്തിലാണെങ്കിൽ യാതൊരു തെളിച്ചുമില്ല. നയനയാണെങ്കിൽ ആകെ ഡൗൺ ആയി. ആദർശാണെങ്കിലും ഇതെന്ത് സംഭവിച്ചെന്നുള്ളൊരു ഡൗട്ടിലും അതുപോലെ തന്നെ നയനയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ ചെറിയമ്മ പറയാണ്, നയനമോളെ നിൻ്റെ മുഖത്ത് നല്ല വിളർച്ചയൊക്കെ ഉണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, പോയി ഒന്ന് റെസ്റ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് ചെറിയമ്മ മുകളിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പം നയനയാണെങ്കിൽ മുകളിലെ റൂമിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് കരയാണ്. എന്നിട്ട് നയന പറയാണ്, ദൈവമേ എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല, ഞാനും ആദർശേട്ടനാണെങ്കിൽ പോലും സെപ്പറേറ്റ് ആണ് കിടക്കുന്നത് വരെ. പക്ഷേ ഇതിനിടയിൽ ഇതെങ്ങനെ സംഭവിച്ചു, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എങ്ങനെയാണ് റിസൾട്ട് ഇങ്ങനെയായി മാറി മറിഞ്ഞത്, റിസൾട്ടിൽ തെറ്റുപറ്റിയതാണോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നയന ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. അതേസമയമാണ് നമ്മുടെ ആദർശ് റൂമിലേക്ക് കടന്നു വരുന്നത്. ആദർശ് നയനയോട് ചോദിക്കുകയാണ്, എടി നീ സത്യം പറ, ഇതാരുടെ എടി കുഞ്ഞ്, നീ എന്നെ ഇത്രയും നാൾ വഞ്ചിക്കായിരുന്നല്ലേ, നിന്നെനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം തകർന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയാണ്, എൻ്റെ പൊന്നാദർശേട്ടാ, എനിക്ക് നിങ്ങളെ അല്ലാതെ മറ്റൊരു പുരുഷനുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരടുപ്പവും ഇല്ല. നിങ്ങളാണെങ്കിൽ പോലും ഇതുവരെ നമ്മൾക്കിടയിലാണെങ്കിൽ പോലും അതുപോലെ ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല. മാത്രമല്ല വിവാഹത്തിന് മുമ്പാണെങ്കിലും വിവാഹ ശേഷമാണെങ്കിലും എനിക്കൊരു ആൺ സുഹൃത്ത് പോലും ഇല്ല, എന്നെ ഒരാൾ സ്പർശിച്ചിട്ട് പോലുമില്ല ആൺപിള്ളേർ. അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോഴേക്കും ആദർശം ചോദിക്കുകയാണ്, അല്ല നീ അറിയാതെ നീ ഗർഭിണിയാവോ, നീ കിടന്ന് ഉരുളേന്ന് വേണ്ട, സത്യം പറയടിയെന്ന് പറയാം കേട്ടോ. എൻ്റെ ആദർശേട്ടാ, എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല, ഇനി റിസൾട്ട് തെറ്റായിട്ട് വന്നതാണോ എന്ന് പോലും അറിയില്ല എന്ന് പറയണം. അപ്പോഴേക്കും ആദർശ് പറയാണ്, ആ ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, അപ്പോൾ ഒരിക്കലും റിസൾട്ട് തെറ്റാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ നീയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, സത്യം പറ, നീയും നിൻ്റെ ചേച്ചിയൊക്കെ ഇങ്ങനെ തന്നെ നടക്കുന്നവരാണോ? നിൻ്റെ ചേച്ചിയാണെങ്കിൽ ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വയറ്റിൽ തുണിയും വെച്ച് കെട്ടി എല്ലാവരും പറ്റിച്ചു. നീയാണെങ്കിലോ ഞാനായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഒരു ദിവ്യഗർഭം, നീ ഇങ്ങനെ ദിവ്യഗർഭം ഉണ്ടാക്കാൻ നീ വല്ല പ്രത്യേക ജന്മം വല്ലതുമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. അങ്ങനെ നയനയുടെ ക്യാരക്ടറിനെ മുഴുവനും ആദർശിപ്പിച്ച് ചീന്തുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നയനയ്ക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാതെ സ്തബ്ധയായിട്ട് നയന നിൽക്കുകയാണ്. അപ്പോഴേക്കും നയന പറയാണ്, ആദർശേട്ടാ മതി ആദർശേട്ടാ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ഈ മാതിരി മാനം കെട്ട വർത്താനങ്ങൾ എന്നെ പറയരുത് എന്ന് പറയണം. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, നിനക്കാണോ മാനം, ഇങ്ങനെ കണ്ണിക്കണ്ടവൻ്റെ പിള്ളേനെയും ചുമന്ന് നടക്കുന്നത് നിനക്കാണോ മാനം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഇന്നലെ രാത്രി തുടങ്ങിയ വയറുവേദനയാണ്, ഭക്ഷണം കഴിച്ചതിൻ്റെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യമായിട്ടും ഈ റിസൾട്ടിൽ എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്നുള്ളത് എനിക്ക് യാതൊരു തരത്തിലും അറിയില്ല എന്ന് പറയാം കേട്ടോ. ആദർശേട്ടാ, നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട്, ഈ താലി കെട്ട് നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും എൻ്റെ മേലെ തൊടാനായിട്ട് അവകാശമില്ല, അതെൻ്റെ മരണം വരെ ഞാൻ സമ്മതിക്കുകയില്ല, അതുകൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിക്കരുതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, പിന്നെ ഡോക്ടർ പറഞ്ഞാൽ എന്താടി, 1 മാസം കുഞ്ഞിനെ വളർച്ചയെത്തിയെന്ന്, ഞാൻ ഇല്ലാതെയായി, നിന്നോടുള്ള വിശ്വാസം മുഴുവൻ തകർന്നു നയന, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നോട് എപ്പോഴും ഒരു സ്നേഹം ഉണ്ടായിരുന്നു, അത് മുഴുവനും ഈ ഒരു അവസ്ഥയിലൂടെ തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങോട്ട് ഫയർ ചെയ്യുക കേട്ടോ. നയനയ്ക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് താഴെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് അനിയാണെങ്കിൽ ലഡുവൊക്കെ മേടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കുന്ന നവ്യയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, കാരണം നവ്യയും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇതിനിടയിൽ നവ്യ പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ നവ്യ പ്രഗ്നൻ്റ് ആയിട്ടും ഇവിടെ ഇങ്ങനെയുള്ള സന്തോഷമോ വിതരണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ അബിക്കില്ലാത്ത വില എൻ്റെ കുഞ്ഞിനോ എനിക്കോ ഉണ്ടാവുമോ, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യയും വിചാരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി പറയുകയാണ്, അതെ ലഡുവിൽ ഒതുക്കാൻ പറ്റില്ല, നല്ല പായസവും സദ്യയും ഒക്കെ ഉണ്ടാക്കണം, എന്തായാലും ഇവിടെ ഒരു ആഘോഷമാക്കണം, എന്തായാലും ഇവിടുത്തെ മൂത്ത കൊച്ചുമകൻ്റെ ഭാര്യയാണ് ഗർഭിണിയായിരിക്കുന്നത്, ഒരു മൂത്ത പേരക്കുട്ടിയാണ് നമുക്ക് വരാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ സന്തോഷങ്ങളെല്ലാം തന്നെ ഇവിടെ വേണം, ഒരുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ ദേവയാനിക്കും പിടിക്കുന്നില്ല, ജലജയ്ക്കും പിടിക്കുന്നില്ല, ഒട്ടും തന്നെ പിടിക്കുന്നില്ല. ദേവയാനിയുടെ മുഖമാണെങ്കിൽ കടന്നൽ കുത്തിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. ദേവയാനിക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഈ ഒരു കാര്യം. ആ സമയത്ത് താഴേക്ക് ആദർശ് ഇറങ്ങി വരാണ്, ജോലിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ജയം പറയാണ്, എടാ നീ ഇപ്പോൾ ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, അവിടെയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ അവിടെ, ജോലിയുടെ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ നോക്കിക്കോളാം, നീ ഇപ്പോൾ എന്തായാലും നയനയുടെ കൂടെ ഇരിക്കും, നയനയ്ക്ക് ഇപ്പോൾ നിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നയനമ്മൾക്ക് സന്തോഷം കൊടുക്കാനായിട്ട് നീ അവളുടെ കൂടെ തന്നെ ഇരിക്കുന്നു പറയാണ്. അങ്ങനെ ആദർശാണെങ്കിൽ ദേഷ്യത്തിൽ കയറി വരികയാണ്. അപ്പോൾ കയറി വരുന്ന അതേ സമയത്ത് തന്നെ ദേവയാനി വരുവാണ് കേട്ടോ. ദേവയാനി വന്നിട്ട് ചോദിക്കുകയാണ്, എടാ നീ എന്നെ നന്നായിട്ട് പറ്റിച്ചടാ, നീ അമ്മയ്ക്ക് തരാൻ പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സമ്മാനമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. എടാ നീ എന്നോട് പറഞ്ഞതല്ലേ ഒരിക്കലും നിൻ്റെ കുഞ്ഞിനെ നയനക്ക് കൊടുക്കൂലെന്ന്, എന്നിട്ട് നീ ആ വാക്കൊക്കെ തെറ്റിച്ചല്ലേ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ആദർശം പറയാണ്, എൻ്റെ പൊന്നമ്മേ എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല, അമ്മയ്ക്കൊരു കാര്യം അറിയോ, കല്യാണം കഴിഞ്ഞ് ഈ നിമിഷം വരെ ഞങ്ങൾ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് താമസിച്ചിട്ട് പോലുമില്ല, ഞങ്ങൾ 2
മുകളിലും താഴെയായിട്ടാണ് ഞങ്ങൾ കിടന്നിരുന്നത്. ഒരിക്കലും നയന ഞാൻ കാരണം പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവില്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും ദേവയാനി പറയണേ, ഇനി നീ കിടന്ന് ഉരുളണ്ടടാ, നീ കല്യാണം കഴിഞ്ഞ് തലേ ദിവസം വരെ നയനയുടെ ബെഡ്റൂമും തപ്പി പോയവനാണ് നീ. അപ്പോൾ പിന്നെ നീ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയണേ, എൻ്റെ അമ്മയെ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നതാണ്, എൻ്റെ കുഞ്ഞല്ല നയനയുടെ വയറ്റിൽ കിടക്കുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ദേവയാനി ചോദിക്കുകയാണ്, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എന്താണ്? നയന മറ്റേതെങ്കിലും ആളുടെ കുഞ്ഞിനെ വലിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നതെന്നാണോ നീ പറയുന്നത്? അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവൾ ഗർഭിണിയായി എന്നാണോ പറയുന്നതെന്ന് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ആദർശ് പറയുകയാണ്, നയനേനെ എനിക്ക് അങ്ങനെ സംശയമൊന്നുമില്ല, എന്നെ അവൾ അങ്ങനെ ചതിക്കുകയൊന്നുമില്ല, പക്ഷേ ഇതെൻ്റെ കുഞ്ഞല്ല, അത് ഉറപ്പ് തന്നെയാണെന്ന് പറയാൻ കേട്ടോ. എന്തോ അവരുടെ റിസൾട്ടിൽ എന്തോ തെറ്റ് പറ്റിയേക്കണമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്തായാലും ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കണം, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഒരിക്കലും നയന അങ്ങനെ മോശപ്പെട്ട് കിടക്കുന്ന പെണ്ണൊന്നും അല്ല എന്ന് തന്നെ ആദർശ് പറയാം കേട്ടോ അമ്മയോട്. അപ്പോഴത്തേക്കും ദേവയാനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി പറയണം, അവളുടെ ചേച്ചി അവളുടെ കുടുംബമൊക്കെ ഇതല്ല ഇതിൻ്റെ അപ്പുറവും കാണിക്കും. എടാ, അവൾ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ അവളുടെ മുഖത്ത് ഇത്രയധികം ക്ഷീണമൊന്നും വരില്ല, അവളുടെ മുഖത്ത് തളർച്ചയും ക്ഷീണമൊക്കെ നീയും കാണുന്നതല്ലേ, അപ്പോൾ അതിനുള്ള കാരണം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ തലയിൽ കൂടെ ആണെങ്കിൽ ഇങ്ങനെ പുക കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദർശൻ എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. ആദർശ് പറയണേ, എനിക്കൊന്നും അറിയില്ലമ്മേ, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല എന്ന് തന്നെ ആദർശ് പറയാണ്. ആ സമയത്താണ് താഴെ അനന്തപുരിയിലേക്ക് ഒരു കോൾ വരാണ് കേട്ടോ. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് ചെറിയമ്മയാണ്. ചെറിയമ്മ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയമ്മയോട് പറയണം, മാഡം ഇവിടെ നയന എന്ന് പറയുന്നൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരുടെ ടെസ്റ്റ് റിസൾട്ടിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ചെറിയ മാറ്റമല്ല, ഒരു വലിയ മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ചെറിയമ്മ ചോദിക്കുകയാണ്, അതെന്താണെന്ന് ചോദിക്കുകയാണ്. അതായത് ഇന്ന് 2 നയനമാർ വന്നിട്ടുണ്ടായിരുന്നു, 2 പേരുടെയും യൂറിൻ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ ഇവിടുത്തെ കുട്ടിയുടെ യൂറിനും മറ്റേ കുട്ടിയുടെ യൂറിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതായത് ആ പെൺകുട്ടിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഗർഭിണി. നിങ്ങളുടെ മരുമകൾ നയന ഗർഭിണിയല്ല, അവൾക്ക് ഫുഡ് പോയിസൺ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്, ക്ഷമിക്കുക കേട്ടോ. ഞങ്ങൾ കാരണം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടാകുന്നതിന് മനസ്സിലായി, എന്നാലും ഞങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണെന്ന് പറയാം കേട്ടോ. ഇത് കേട്ടതും ചെറിയമാകെ സ്തബ്ധയായിട്ട് സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുക, ആരാ ജാനകി വിളിച്ചതെന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും ചെറിയമ്മ പെട്ടെന്ന് പറയുകയാണ്, അതിനെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത്, നയനമോൾ ഗർഭിണിയല്ല, നയനമോളുടെയും മറ്റൊരു പെൺകുട്ടിയുടെയും യൂറിൻ്റെ സാമ്പിൾ മാറിപ്പോയതാണ്, ആ പെൺകുട്ടിയാണ് ഗർഭിണി, നമ്മുടെ നയനമോൾക്ക് ഫുഡ് പോയിസൺ മാത്രമേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. ഇത് കേട്ടതും എല്ലാവരുടെയും മുഖത്തെ ആ ഒരു സന്തോഷം അങ്ങ് കെട്ടടങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ. പക്ഷേ ആദർശിന് ഭയങ്കരധികം സന്തോഷം തോന്നുകയാണ്. അതോടൊപ്പം തന്നെ കുറ്റബോധം കൊണ്ട് ആദർശ് വിഷമിക്കുകയാണ് കേട്ടോ. ആദർശ് വേഗം തന്നെ നയനയെ പറഞ്ഞു ഇതിനൊക്കെ ക്ഷമ ചോദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നയനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് നയനയാണെങ്കിൽ തൻ്റെ ബാഗിൽ എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് ചോദിക്കുകയാണ്, എടി നയനെ, എന്നോട് ക്ഷമിക്കണം, ശരിക്കും പറഞ്ഞാൽ നീ പ്രഗ്നൻ്റ് അല്ല, അവർക്ക് വന്ന വീഴ്ചയാണ്, നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നയന പറയാണ്, ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല ആദർശ് ചേട്ടാ, ഇനി ഒരിക്കലും നിങ്ങളെനിക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല, കാരണം ഒരു സ്ത്രീയുടെ മാനമാണ് അവൾക്ക് ഏറ്റവും വലുത്, ആ മാനത്തിന് വരെ വിലയിട്ടവനാണ്, അല്ലെങ്കിൽ ആ മാനത്തിന് വരെ കളങ്കമുണ്ടെന്ന് സ്ഥാപിച്ചവനാണ് നിങ്ങൾ. ഒരിക്കലും ഒരു ഭർത്താവ് അങ്ങനെ ചെയ്താൽ ഒരു കാലത്തും ആ പെണ്ണ് ആ ഭർത്താവിനെ സ്വീകരിക്കില്ല. അതുപോലെ തന്നെ എനിക്കിനി നിങ്ങളെ സ്നേഹിക്കാനോ സ്വീകരിക്കാനോ സാധിക്കില്ല, എനിക്ക് നിങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ, എനിക്കിപ്പോൾ നിങ്ങളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. നയന പറയാണ്, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും പോകും ആദർശ് ചേട്ടാ, ഇനി എനിക്ക് നിങ്ങളുമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, ദയവേത് നീ പോകരുത്, ഇപ്പം നീ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവും, എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുള്ളൂ, ദയവേത് നീ പോകരുതെന്ന് പറയണം. അങ്ങനെ മുത്തശ്ശിന് വേണ്ടിയിട്ട് നയന പിന്നെ നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം നയന പറയാണ്, ഇനി ആദർശ് ചേട്ടാ ഒരിക്കലും നമ്മൾക്കിടയിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നയന കരഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്.